JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്ക് OAയുടെ ഓഫീസ് അറ്റൻഡ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയുള്ള 066/2024 ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PSC 7/8/2025 ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 066/2024. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 16,500 44,050 അപ്പോൾ അതിൻ്റെ OMR ടെസ്റ്റ് നടന്ന 26/10/2024 ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെയാണ് ഉൾപ്പെടുത്തിയാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ലിസ്റ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 423 പേരാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 423 പേരാണുള്ളത്. 26/10/2024 നടന്ന OMR പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ യോഗ്യരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥി ഉൾപ്പെടുത്തിയാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രോബബിലിറ്റി ലിസ്റ്റിൽ എത്ര പേരാണ് അടങ്ങിയിരിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഓരോരുത്തരും അവരവരുടെ രജിസ്റ്റർ നമ്പറിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ PSCയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. സൈറ്റിൽ വിശദമായിട്ട് എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശദമായ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 423 പേരാണ്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 423 പേരാണ്. 26/10/2024 നടന്ന OMR പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ യോഗ്യരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അവരവരുടെ എല്ലാം തന്നെ എല്ലാ പരീക്ഷ എഴുതി എല്ലാവരുടെയും തന്നെ അവരവരുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക. രജിസ്റ്റർ നമ്പർ നോക്കി നിങ്ങൾ എല്ലാവരും ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.